ഫൈനൽ വോട്ടിംഗ് ഡേ ആണ്. ഇന്ന് രാത്രി 12 മണിയോടുകൂടി വോട്ടിംഗ് അവസാനിപ്പിക്കും. അപ്പൊ എവരിബഡി, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അനീഷിന് തന്നെ വോട്ട് സമർപ്പിക്കുക. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം പേടിച്ചുണ്ടാവാം. പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഊഹിക്കുന്നുടാ പട്ടി. അഖിൽ മാരാർ പറയുന്നത് ഞാൻ അനീഷിന് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് പൈസ വാങ്ങിട്ടാന്നാ പറയുന്നത്. നിങ്ങൾ വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായോ. ഈ നാട്ടിൽ ഒരില ഇളകിയാൽ ഞാൻ അറിയും. പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാർ നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ഇതങ്ങടക്ക ഇനി തുറന്നു പിടിച്ചിട്ട് ഒരു കാര്യമില്ല. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ പൈസ അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. ഞാൻ പറ്റില്ല. ചൈന ഭാഷ പറയുന്നോടാ. നീ ബിഗ് ബോസ് കണ്ടിട്ടാണോ അനീഷ് നോട്ട് പിടിക്കുന്നത്? അത് അവരുടെ പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. വിളിച്ച് സംസാരിക്കുന്നവർക്ക് എന്നെ വിളിച്ച് സംസാരിക്കാം. വാപ്പ നിന്റെ നന്ദേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ നന്ദക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. വ്യക്തമായ കാരണം ഞങ്ങൾ പോവില്ല. എനിക്ക് പറയാൻ കാരണങ്ങളില്ല. ഇനി ഒന്നും ഞാൻ പറയില്ല. ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങിന്ന് പറഞ്ഞാൽ കത്രയപ്പൂത്ത് കൈത്ത പോലെ. ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? വീട്ടിൽ നിന്ന് മാന്യമായി ജീവിക്കുന്നവരെ പറ്റി ആഭാസം പറയുന്നു. ഇറങ്ങാൻ. ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ നീ പൈസ വാങ്ങിട്ട് PR ചെയ്തെന്ന്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ആണുങ്ങളാണ് നേരിട്ട് മുട്ടണം. ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തൊക്കെ വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം അല്ലെ? അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയാം, അങ്ങനെയാണോ? ഒന്നും തോന്നരുത്, പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഒന്ന് പൊടന്നാറിയോളൂ. സോറി. ഇനി എന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പണിക്കരുടെ കണ്ണിപ്പെടാതെ മുങ്ങി നടക്കുക.